പാപ്പം മേടിക്കാൻ പോയി ഇപ്പോൾ അവിടെ നടന്നൊരു സംഭവമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ കൂടുതലായിട്ട് പിന്നെ നമുക്ക് സംഭവം കാണാം. ക്ലിയർ ആയിട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കണം. മാക്സിമം റീറ്റെയിൽ പ്രൈസ്, അതായത് MRP കൂടുതൽ നമ്മുടെ കയ്യിൽ നിന്നും ചാർജ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മുടെ എത്ര ഹോട്ടൽസിൽ മോശമായിട്ടുള്ള ഫുഡ് വിൽക്കുന്നുണ്ട്. ഇപ്പോൾ 10 ഹോട്ടൽ വിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ 2 പോയി നോക്കി ആ പഴകിയ ഫുഡ് പിടിച്ചു കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ നടക്കുന്നത്. കൃത്യമായിട്ട് വർക്ക് ചെയ്യണം. ഇത് മമ്പുരാൻ കാണാൻ പോയപ്പോൾ SR മൂവീസിലാണ് ഞങ്ങൾ പോയത്. SR മൂവീസ് ആണെന്ന് പറഞ്ഞ് ഞങ്ങൾ ആദ്യം ഇവിടെ SR വർക്കല കേട്ടോ, ഇവിടെ SR മൂവീസ്, ഇവിടെ വേറെ എന്തൊക്കെ മൂവീസ്, ഈ വേറെ എന്തൊരു മൂവീസിലാണ് കയറിയത്. ഒരു ഫ്രൂട്ടിയും ഒരു മറ്റേ ക്യാൻ പെപ്സിയും മേടിച്ചു. 2 എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടം വരെ നോക്കേണ്ട ആ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. ആ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിലൊന്ന് കിണികിണ അടിച്ചു വെക്കുക. നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പടപടെ എത്തും. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ചടപടയെന്ന് കാണാനും പറ്റും. ഈ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുമ്പോൾ ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കണേ, പേഴ്സണലൈസ്ഡ് ചെയ്യില്ല, നമ്മുടെ എല്ലാം വരില്ല. ഇനി ഈ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, നേരെ കമൻറ്റ് ബോക്സിലേക്ക് വരിക, എന്തെങ്കിലും ഒന്ന് കമൻറ്റായിട്ട് ഇടുക. കുറഞ്ഞ പക്ഷം നിങ്ങൾ ഇട്ട അതേ ലൈക്ക് തന്നെ കമൻറ്റായിട്ട് ഇടുക, അല്ലെങ്കിൽ ഒരു ഹാർട്ട് കമൻറ്റായിട്ട് ഇടുക. നമ്മുടെ ഈ വീഡിയോ റീച്ച് ആകാനായിട്ട് അത് വളരെയധികം നമ്മളെ സഹായിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നല്ല മനസ്സിന് ഉടമകളെല്ലാം എന്തെങ്കിലും കമൻറ്റ് ഇടുക. നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കാനും അതിനുള്ള മറുപടി തരാനും ഞാൻ കാത്തിരിക്കണം സുഹൃത്തുക്കളെ. അപ്പോൾ ഇനിയും കൂടുതൽ ലാഗ് അടുപ്പിച്ച് വലിച്ച് നീട്ട് കുളമാക്കുന്നില്ല. നമുക്ക് നേരെ നമ്മുടെ വിഷയത്തിലേക്ക് ഇറങ്ങാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ, നിങ്ങളിൽ എത്ര പേര് സിനിമ തിയേറ്ററിൽ പോയി കാണുന്നവരുണ്ട്? സിനിമ തിയേറ്ററിൽ പോയി കാണുമ്പോഴത്തേനും ഇൻ്റർവെൽ എന്നെഴുതി കാണിക്കുമല്ലോ. ഇൻ്റർവെൽ എന്നെഴുതി കാണിക്കുമ്പോൾ പിന്നെ ഓടുന്നതല്ലാതെ നമ്മൾ ഞം എന്തെങ്കിലും മേടിക്കത്തില്ലേ? അങ്ങനെ തിയേറ്ററിൽ നിന്ന് ഞം മേടിക്കുമ്പോഴത്തേനും ഈ സാധനത്തിന് അമിത വില ഈടാക്കുന്നു എന്ന് തോന്നിയ എത്ര പേരുണ്ട്? എനിക്ക് തോന്നുന്നൊരു 100% ആളുകളിൽ 100% ആളുകളും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മുടെ ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, ഈ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ ആക്കിയിരിക്കുന്ന ഒരു അഡ്വക്കേറ്റ് ഉണ്ട്. ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയ ആണല്ലോ. അഡ്വക്കേറ്റ് സോഷ്യൽ മീഡിയ, എഞ്ചിനീയർ സോഷ്യൽ മീഡിയ, ബാങ്കർ സോഷ്യൽ മീഡിയ, ജോലി ഇല്ലാത്ത ആളുകൾ സോഷ്യൽ മീഡിയ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇവരൊരു സോഷ്യൽ മീഡിയ കണ്ടൻറ് ക്രിയേറ്ററാണ്. അത്യാവശ്യം നല്ല കണ്ടൻറ്റുകൾ ഡെലിവർ ചെയ്യുന്ന ഒരാളാണ്. അതായത് ഈ നിയമപരമായി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മളെ നിയമം പഠിപ്പിക്കുക, നിയമത്തിൻ്റെ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കണ്ടൻറ്റാണ് ഇവരുടെ കണ്ടൻറ്റായിട്ട് വരുന്നത്. ഇവരുടെ പേര് അഡ്വക്കേറ്റ് രേവതി ബാബു എന്നാണ്. ഇവരെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവർ എമ്പുരാൻ കാണാൻ തിയേറ്ററിലോട്ട് പോയപ്പോൾ ഇതേപോലെ ഇൻ്റർവെല്ലിന് അവർ പാപ്പം മേടിക്കാൻ പോയപ്പോൾ അവിടെ നടന്നൊരു സംഭവമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ കൂടുതലായിട്ട് പിന്നെ നമുക്ക് സംഭവം കാണാം. സംഭവം കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം. പാലക്കാട് വടക്കഞ്ചേരിയിലുള്ള ഒരു തിയേറ്ററിൽ എമ്പുരാൻ കാണാൻ വന്നതാണ്. ഈ പോപ്കോൺ പാക്കറ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും MRP അവർ മാർക്കർ വെച്ച് മറച്ചിരിക്കുകയാണ്. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദ്യം ചെയ്തപ്പോൾ പൈസ തിരിച്ചു തന്ന് 2 പാക്കറ്റും അവർ തിരികെ വാങ്ങിച്ചു. എന്തുകൊണ്ടാണെന്ന് ചോദ്യം ചെയ്യേണ്ട കാര്യമുണ്ടോ? MRP കാട്ടിലും കൂടുതൽ വിലയിട്ട് കൊടുക്കാൻ വേണ്ടി, MRP കാട്ടിലും കുറഞ്ഞ വിലയിട്ട് തരാൻ വേണ്ടി അവരത് മായ്ക്കത്തില്ലല്ലോ, കൂടിയ വിലയിട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറയാം. MRP എന്ന് പറഞ്ഞാൽ മാക്സിമം റീറ്റെയിൽ പ്രൈസ്. അതായത് ഈ എമൗണ്ടിന് മുകളിൽ നമ്മുടെ നാട്ടിൽ ഒരു സാധനം വിൽക്കാൻ പറ്റില്ല. അതായത് സകല ടാക്സുകൾ ഉൾക്കൊള്ളിച്ച് സകല വയ്യാവേലികളും അതിനകത്ത് കൊള്ളിച്ച് GSTയും കുന്തവും കോടച്ചക്രവും ഒലക്കെ എല്ലാം കൊള്ളിച്ചിട്ട് ലാസ്റ്റ് ഈ പ്രൈസിന് നമ്മുടെ കയ്യിലോട്ട് തരികയാണ്. ഇതാണ് MRP എന്ന് പറയുന്നത്. അതിന് മേളിൽ നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ നിയമപ്രകാരമായിട്ട് തെറ്റാണ് ഇന്ത്യയിൽ MRP. ഓക്കെ, അപ്പോൾ ആ MRPക്ക് മുകളിൽ വിൽക്കാൻ വേണ്ടിയിട്ടാണ് അത് മറിക്കുന്നത്. ഇപ്പോൾ 40 രൂപ എഴുതിയിട്ട് നമ്മൾ 50 രൂപ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോദ്യം ചെയ്തില്ലേ, MRP 40 ഉള്ളല്ലോടാ, പിന്നെ പരിപാടിയാണെന്ന് ചോദിക്കും. അത് തന്നെ സംഭവം. ലീഗൽ മെട്രോളജി ആക്ടും അതുപോലെ തന്നെ പാക്കേജ്ഡ് കമ്മോഡിറ്റി റൂൾസും പ്രകാരം ഒരു പ്രോഡക്റ്റിന്റെ MRP എന്ന് പറയുന്നത് അതിന്റെ പാക്കേജിൽ ക്ലിയർ ആയിട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കണം. മാക്സിമം റീറ്റെയിൽ പ്രൈസ്, അതായത് MRP കൂടുതൽ നമ്മുടെ കയ്യിൽ നിന്നും ചാർജ് ചെയ്യുകയാണെങ്കിൽ അത് 25,000 രൂപ വരെ പിഴ ലഭിക്കാവുന്ന ഒരു ഒഫൻസാണ്. തീർന്നിട്ടില്ല, ഈ വീഡിയോയുടെ കൂടുതൽ അപ്ഡേറ്റ് പാർട്ട് 2 വരുന്നതായിരിക്കും. ഈ MRP എന്താണ്, ഇതിന്റെ ലീഗൽ വശം എന്താണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ വീഡിയോയിൽ എന്ത് പറയും? എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ പറയാം. അതായത് നമ്മൾ ഈ തിയേറ്ററിൽ പോകുമ്പോഴത്തേനും 2 തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഇൻ്റർവെൽ സമയത്ത് നമ്മൾ ഖാന മേടിക്കുമ്പോൾ ഫേസ് ചെയ്യാറുണ്ട്. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ കാണിച്ചതുപോലെ തന്നെ MRP മറച്ചിട്ട് അതിനൊക്കെ കൂടിയ റേറ്റിന് നമ്മൾ വിൽക്കുന്നു, അല്ലെങ്കിൽ MRP ഇല്ലാത്ത ലൂസായിട്ടുള്ള പ്രോഡക്ട്സ്. പോപ്കോൺ വാരിയൊരു സാമാനത്തിനകത്ത് ഇട്ട് തരുന്നു, ഐസ്ക്രീം ഇങ്ങനെ സ്കൂപ്പ് പ്ലക്ക് നടിച്ച് നമ്മുടെ കയ്യിലോട്ട് തരുന്നു. അതിനവർ തോന്നുന്ന വിലയാണ് പറയുന്നത്. അതായത് പുറത്ത് നമ്മൾ ഈ ഒരു പോപ്കോൺ മേടിക്കുകയാണെങ്കിൽ നമ്മൾ 30 രൂപയ്ക്ക് മേടിക്കുന്ന പോപ്കോൺ ഇവിടെ 150 രൂപ 300 രൂപ റേഞ്ചിലാണ് നമ്മൾ മേടിക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്നൊരു ഫ്രൂട്ട് മേടിക്കുന്നു.
40 രൂപ. അതേ ഫ്രൂട്ട് നമ്മൾ അകത്തുനിന്ന് മേടിക്കുന്നു 50 രൂപ അല്ലെങ്കിൽ 60 രൂപ MRP അടിച്ച് തരുന്നു. ഈ പ്രശ്നങ്ങൾ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാകും. അതിനകത്ത് അവർക്ക് വേണ്ടി ഫിക്സ് ചെയ്തൊരു MRP ഉണ്ടാകും. അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. 1 സിറ്റിസൺ 1 വോട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സാധനം വരുമ്പോഴത്തേനും ഇതും കൂടെ ഒക്കെ കൊണ്ടുവന്നാൽ നന്നായിരിക്കും. ഇനി നമുക്ക് ഈ MRPയുടെ കാര്യം ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ MRPയിൽ അധികമായിട്ടുള്ള വിലയിൽ ഈ സാധനങ്ങളൊന്നും വിൽക്കാൻ പാടില്ല. ലീഗൽ മെട്രോളജി ആക്ട് 2009 പ്രകാരം ദിസ് ആക്ട് ഗവേൺസ് ദ സെയിൽസ് ഓഫ് പാക്കേജ്ഡ് ഗുഡ്സ് ഇൻ ഇന്ത്യ. അതായത് പാക്ക് ചെയ്ത ഗുഡ്സ്, ലൂസായിട്ട് വരുന്ന സാധനമല്ല, ലൂസായിട്ട് വരുന്ന സാധനമല്ല, പാക്ഡ് ആയിട്ടുള്ള ഫുഡിൻ്റെ നിയമങ്ങളെക്കുറിച്ചിട്ടാണ് ഇത് പറയുന്നത്. ആൻഡ് മാൻഡേറ്റ്സ് ഇറ്റ്സ് ക്ലിയർലി ഡിസ്പ്യൂട്ട്സ് ഓഫ് MRP ഓൺ ദ പ്രോഡക്ട്സ് ലേബൽ പാക്കേജിങ്. ഇതെല്ലാം കറക്റ്റായിട്ട് ഇതിനകത്ത് സാമാനം എഴുതി വെച്ചിരിക്കണം. കൺസ്യൂമർ ഗുഡ്സ് ആക്ട് 2006. This act states that consumers cannot be charged more than MRP mentioned on the product packaging. നമ്മളിപ്പോൾ പറഞ്ഞതേ സാധനം തന്നെ. MRP ഒക്കെ കൂടുതൽ നമ്മളതിന് വിൽക്കാൻ പാടില്ല, നമ്മളതിന് മേടിക്കാൻ പാടില്ല. ഇതൊക്കെ നമുക്ക് അറിയാവുന്നവരുണ്ട്, പറഞ്ഞതേ ഉള്ളൂ. GST ഇൻക്ലൂഷൻ, അതായത് GST മാങ്ങയും തേങ്ങയും ഒലക്കട മൂടും എല്ലാം അതിനകത്ത് കൊള്ളിക്കണം. പിന്നെ നമ്മുടെ വക്കീൽ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നമുക്ക് MRP ഒക്കെ കൂടുതൽ റേറ്റിന് നമ്മൾ മേടിച്ചു എന്നുള്ള സാഹചര്യത്തിൽ നമുക്കൊണ്ട് കേസ് കൊടുക്കാം. കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള കോമ്പൻസേഷൻ കിട്ടും. പക്ഷേ ഇവർ ചെയ്യുന്ന സാധനം MRP കൂടുതലാണെന്ന് അറിയിക്കാനായിട്ട് നമുക്ക് ബില്ല് തരത്തില്ല. മിക്ക ഈ പറയുന്ന തിയേറ്ററുകളിലും നമുക്ക് ബില്ല് കിട്ടത്തില്ല. അതാണ് മറ്റൊരു പ്രശ്നം. ബില്ലുണ്ടെങ്കിലല്ലേ ഇവരൊക്കെ കേസ് ഉണ്ടാക്കാൻ പോകത്തുള്ളൂ. കുപ്പിക്കകത്ത് MRP ഇത്, ബില്ലിൽ MRP എന്ന് പറഞ്ഞിട്ട് മിക്ക തിയേറ്ററിലും ബില്ല് കിട്ടത്തില്ല. ബില്ല് കിട്ടുന്ന തിയേറ്റർ മൊത്തം ഇത്തരത്തിലുള്ള ലൂസ് പ്രോഡക്ട്സ് ആയിരിക്കും. ലൂസല്ല കേട്ടോ, ലൂസായിട്ടുള്ള പ്രോഡക്ട്സ്. 1 വർഷം മുമ്പ് വന്നൊരു വാർത്ത ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ, അതൊന്ന് കണ്ടിട്ട് പോയോ. ഈ നിലയ്ക്കാണ് തിയേറ്ററുകളിൽ സാധനങ്ങൾ കൂടുതലായും കിട്ടുക. അധിക വില നൽകിയാണ് ഇവ വാങ്ങിയത്. ലൂസായി കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ തോന്നുമ്പടി ഇവർ വില ഈടാക്കുകയാണ്. തിയേറ്ററിൽ നിന്ന് വാങ്ങിയ കോളയാണിത്. 300 ml എഴുതിയിട്ടുണ്ട്. 50 രൂപയാണ് കൊടുക്കേണ്ടി വന്നത്. 300 ml ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് കോളയുടെ ബോട്ടിലാണ്. ഇതിൽ അളവും തൂക്കവും MRPയും ഒക്കെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 750 ml 40 രൂപ കൊടുത്തത്. അങ്ങനെ ലൂസായി കൊടുക്കുമ്പോൾ കൂടുതൽ വില ഈടാക്കുന്നതിന്റെ ഉദാഹരണമാണ് നമ്മൾ ഈ കോളയുടെ കാര്യത്തിൽ കണ്ടത്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ ചെല്ലുമ്പോൾ ഫേസ് ചെയ്തിട്ടുണ്ടാകും. അവന്മാരുടെ ഈ ബോട്ടിൽ കാണത്തില്ല. മാക്സിമം ടിന്നോ അല്ലെങ്കിൽ അവർ ലൂസായിട്ട് വരുന്ന സാധനം കാണത്തുള്ളൂ. ബോട്ടിൽസ് അവർ മാക്സിമം പ്രൊമോട്ട് ചെയ്യാറില്ല. മാക്സിമം അവർ ഈ ലൂസ് സാധനം പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ. അതാകുമ്പോൾ അവർക്ക് തോന്നുന്നു അല്ലെങ്കിൽ നമുക്കിട്ട് കയറ്റി വിടാം. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു തിയേറ്റർ എന്ന് പറയുമ്പോൾ ടിക്കറ്റ് ബുക്കിംഗ് മാത്രമല്ല അവരുടെ ഒരു റവന്യൂ എന്ന് പറയുന്നത് അറിയാമല്ലോ. അപ്പോൾ അവർ നമ്മുടെ ഔട്ട്സൈഡ് ഫുഡൊന്നും അകത്ത് കയറ്റില്ല. അതിനുള്ള കാരണം നമ്മൾ ഇവിടുന്ന് തന്നെ മേടിക്കണം. 3 മണിക്കൂറൊക്കെ നമ്മൾ വിശക്കണം. അല്ലെങ്കിൽ പലരും കൊണ്ട് തിന്നുന്ന കാണുമ്പോൾ നമ്മൾ അത് തിന്നാനുള്ള ടെൻഡൻസി ഉണ്ടായിട്ട് നമ്മളത് മേടിച്ച് തിന്നണം. ആ തിന്നുന്ന സമയം ഇവരതിന് ഹൈ റേറ്റ് ആയിട്ട് ഇടും. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ഇവർക്ക് മറ്റൊരു റവന്യൂ ആണ്. നമ്മൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇവരെന്ത് പറയും? നമ്മൾ AC തരുന്നില്ലേ, നിങ്ങൾ ഇരിക്കുന്നിടത്ത് സാധനം തരുന്നില്ലേ, നമ്മൾ ഹൈ ക്വാളിറ്റി സാധനമല്ലേ തരുന്നത്, പ്രീമിയം ട്രീറ്റ്മെൻറ്റ്, ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇവർ പറയും. ഈ ലീഗൽ മെട്രോളജി വിഭാഗം പറയപ്പെടുന്നത് ഇതിനെ കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ള സാധനങ്ങളൊക്കെയാണ്. ബേസിക്കലി ഇതിന് കൃത്യമായിട്ടുള്ള റൂൾസ് ഇവിടെ വന്നിട്ടില്ല. നമ്മൾ ഒരു സിനിമ നോക്കുകയാണെങ്കിൽ ആ സിനിമയും നമ്മുടെ ഗവൺമെൻറ്റും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. കാരണം ഇതിൽ നിന്ന് കിട്ടുന്ന എൻ്റർടൈൻമെൻറ്റ് ടാക്സ് വളരെ വലുതാണ്. പിന്നെ ഇവിടെ വിൽക്കുന്ന മെജോറിറ്റി സാധനങ്ങൾക്കും ഇവർ ടാക്സ് കൊടുക്കുമെന്നാണ് ഈ ഗവൺമെൻറ് വിചാരിച്ച് വെച്ചേക്കുന്നത്. കൊടുക്കുമായിരിക്കും, MRP പ്രോഡക്ട്സിന് കൊടുക്കുമായിരിക്കും. ഇതിനൊക്കെ എന്താ അവർ പറയുന്നില്ലേ, 50 വിറ്റു, 2 വിറ്റ് പോയിട്ടുള്ളൂ, എന്ത് ചെയ്യാനോ, 2 പോയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാനേ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ ബില്ലും തേങ്ങയൊന്നും ഇല്ല. ബാക്കി പറ. ഇനി തിയേറ്ററിൽ നിന്ന് വാങ്ങിയ പോപ്കോണിന്റെ കാര്യമെടുത്താൽ കപ്പിന്റെ വലിപ്പത്തിനനുസരിച്ചാണ് ഓരോരുത്തരും വില ഈടാക്കുന്നത്. അളവും തൂക്കവും വിലയും ഒന്നും തന്നെ ഇതിൽ രേഖപ്പെടുത്തിയിട്ടില്ല. പുറത്ത് 20ഉം 30ഉം രൂപ കൊടുത്താൽ കിട്ടുന്ന പോപ്കോണിനാണ് തിയേറ്ററുകളിൽ 50ഉം 120ഉം 220ഉം ഒക്കെ ഈടാക്കുന്നത്. പാക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഭക്ഷണത്തിൽ അളവും തൂക്കവും തുകയുമൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളതിനാൽ അതിനപ്പുറം വിറ്റാൽ പ്രഥമദൃഷ്ട്യാ തന്നെ അത് കുറ്റകരമാണ്. ലൂസായി വിൽക്കുന്ന ഭക്ഷണ വസ്തുക്കളിൽ ഇടപെടുന്നതിന് പരിധികളുണ്ടെന്നാണ് ലീഗൽ മെട്രോളജി അടക്കമുള്ള വകുപ്പുകൾ പറയുന്നത്. എന്ത് പരിധികളാണ്? ഇതാണ് റൂളെന്ന് പറയുക. ഇൻസ്പെക്ഷൻ ചെയ്യുക, അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇൻസ്പെക്ടർ കയറി ചെന്ന് അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ കയറി ചെന്നിട്ട് അങ്ങോട്ട് ചെക്ക് ചെയ്യുക. അതിന് പറ്റത്തില്ല, അതാണ് പ്രശ്നം. അല്ലാതെ പരിമിതികളുണ്ടെന്നൊന്നുമല്ല. തിയേറ്ററിൽ പോയി ഇപ്പോൾ ഇവിടെ നമ്മുടെ എത്ര ഹോട്ടൽസിൽ മോശമായിട്ടുള്ള ഫുഡ് വിൽക്കുന്നുണ്ട്. ഇപ്പോൾ 10 ഹോട്ടൽ വിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ 2 പോയി നോക്കി ആ പഴകിയ ഫുഡ് പിടിച്ചു കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ നടക്കുന്നത്. കൃത്യമായിട്ട് വർക്ക് ചെയ്യണം. ഇത് മറ്റ് രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട്, ഇവിടെ എന്തുകൊണ്ട് നടക്കുന്നില്ല? ചവർ പോലെ ഉദ്യോഗസ്ഥന്മാരെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. എല്ലാവരും ചവറാന്നല്ലോ കേട്ടോ പറയുന്നത്. ചവർ പോലെ ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്. എന്നാൽ അവശ്യവസ്തു നിയമപ്രകാരം ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ വിപണനം ചെയ്യുന്നതിന് നിശ്ചിത തുകയും അളവുമൊക്കെ സർക്കാർ നിശ്ചയിച്ചാൽ വിവിധ പരിശോധനാ വിഭാഗങ്ങൾക്ക് നടപടിയെടുക്കാം. പക്ഷേ ബില്ലടക്കം നൽകാതെയുള്ള പല തിയേറ്ററുകളുടെയും കച്ചവടത്തിൽ ആവശ്യമെങ്കിൽ നിലവിലെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പരിശോധനാ ഏജൻസികൾക്ക് ഇടപെടാവുന്നതാണ്. എന്നാൽ ആരും അത്തരം വെല്ലുവിളികൾ ഏറ്റെടുക്കാറില്ല. പാക്കറ്റിലും ബോട്ടിലിലുമൊന്നുമല്ലാതെ വിൽക്കുന്ന ഇത്തരം ഭക്ഷണപാനീയങ്ങളുടെ കച്ചവടത്തിന് കൂടുതൽ ശക്തമായ മാർഗനിർദ്ദേശങ്ങൾ ആവശ്യമാണ്.
ഇതൊരു വർഷം മുമ്പ് വന്നു കേട്ടോ. ഇത് നമ്മൾ കാലാകാലങ്ങളെ കാണുന്നുണ്ട്. ഇതിനകത്തൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. പാക്ഡ് ഫുഡ് തന്നെ മേടിച്ച് കഴിക്കുക. MRP ഉണ്ടോ എന്ന് പ്രത്യേകം പരിശോധിക്കുക. MRP ഇല്ലാന്നുണ്ടെങ്കിൽ ബില്ല് വേണമെന്ന് ഡിമാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോ എടുക്കുക, നിങ്ങൾ കേസ് കൊടുക്കുക. ഏതായാലും നമ്മുടെ ഈ ലോയർ എന്തായാലും കേസ് കൊടുക്കുക. അതെനിക്ക് ഉറപ്പാണ്. പുള്ളിക്കാരി അഡ്വക്കേറ്റും കൂടെ ആയിട്ട് കേസ് കൊടുക്കും. പുള്ളിക്കാരുടെ രണ്ടാം ഭാഗം വരുമ്പോൾ നമുക്ക് എന്താണെന്ന് കാണാം. ഇത് നമ്മളിവിടെ പറയാനുള്ള കാരണം ഇത് തിയേറ്ററിൽ മാത്രമല്ല, എല്ലായിടത്തും നമുക്ക് അപ്ലിക്കബിൾ ആണ്. എവിടെ പോയാലും അമിതമായ വില നമ്മളുടെ അടുത്ത് ഈടാക്കിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ ബില്ല് മേടിക്കുക, നമ്മൾ കൊണ്ട് കേസ് ഫയൽ ചെയ്യുക. ഓക്കെ, നിസാര കേസാണ് ഇത്. സെയിം അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ എമ്പുരാൻ കാണാൻ പോയപ്പോൾ SR മൂവീസിലാണ് ഞങ്ങൾ പോയത്. SR മൂവീസ് ആണെന്ന് പറഞ്ഞ് ഞങ്ങൾ ആദ്യം ഇവിടെ SR വർക്കല കേട്ടോ, ഇവിടെ SR മൂവീസ്, ഇവിടെ വേറെ എന്തോ ഒരു മൂവീസ്, ഈ വേറെ എന്തൊരു മൂവീസിലാണ് കയറിയത്. ഒരു ഫ്രൂട്ടിയും ഒരു മറ്റേ ക്യാൻ പെപ്സിയും മേടിച്ചു. രണ്ടെണ്ണത്തിനും കൂടെ ആയത് 160 രൂപ. MRP ഒക്കെ അതിലുണ്ട്, കൃത്യമായിട്ടുണ്ട്. MRPയിൽ പക്ഷേ റേറ്റ് ഓവർ അടിച്ചു വെച്ചേക്കുന്നത്. പക്ഷേ നമ്മൾ പുറത്തുനിന്ന് നോക്കുകയാണെങ്കിൽ 30 രൂപയുടെ ഒരു ക്യാനും ഈ 40 രൂപയുടെ ഒരു ജ്യൂസുമാണ് നമ്മൾ മേടിച്ചത്. 70 രൂപ വരേണ്ട അടുത്താണ് 100 കടന്നങ്ങ് പോയത്. ഇതൊക്കെയാണ് നമ്മളിവിടെ നടക്കുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ പ്രസംഗ മത്സരത്തിലൊക്കെ പറയുമല്ലോ, ഗവൺമെൻറ്റും സിനിമയും തിയേറ്ററും പരസ്പര പുരകങ്ങളാണ്. അവരതൊന്നും ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഏതായാലും ഇത്തരത്തിലൊരു അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് തീർച്ചയായിട്ടും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. തുടർന്നുള്ള ആളുകൾ പറ്റിക്കപ്പെടാതിരിക്കുക. നിങ്ങൾ സാധനം മേടിക്കുക, എന്ത് സാധനം എവിടെ നിന്ന് മേടിച്ചാലും MRP നോക്കുക. MRP ഒക്കെ കൂടുതൽ അവന്മാർ ഈടാക്കിയിട്ടുണ്ടെങ്കിൽ ചോദ്യം ചെയ്താൽ ചിലപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹോട്ടൽ ഉടമകളൊക്കെ അടിക്കുന്നതല്ലോ, ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്യണം. ഞാൻ പറഞ്ഞെന്നും പറഞ്ഞ് എല്ലായിടത്തും പോയി അടിയും മേടിച്ചുകൊണ്ട് വന്നിട്ട് എൻ്റെ പടലേക്ക് കയറില്ലേ. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. മറ്റു വീഡിയോ ആയിട്ട് വന്നവരെ ബൈ.